വളരെ സിമ്പിളായിട്ട് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു അടിപൊളി ലഡു തയ്യാറാക്കി എടുക്കാം. അതും വളരെ ഈസി ആയിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, ഒരുപാട് നേരമൊന്നും വേണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതിനായിട്ട് 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് 2 സ്പൂൺ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മണം കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് വറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അതിൻ്റെ ഡബിളാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് കൂടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും വെള്ളം ചേർക്കാവുന്നതാണ്. ഞാൻ 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി നന്നായിട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലഡുവിന് കളർ കിട്ടാനായിട്ട് ഒരു നുള്ളി യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. കുറുകി നല്ല രീതിയിൽ വെന്ത് വരണം. ഇപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. അപ്പം നമ്മൾക്ക് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് റവ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമോ എന്താണ് കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നില്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂണ് റവ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതേ ഈ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഒരു അരമണിക്കൂർ ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നല്ല രീതിയിൽ തണുത്ത് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് സെറ്റായി വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. ഇപ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് ഇത് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ അതേ നന്നായിട്ട് എല്ലാം നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതേ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.